അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്ന് നമ്മൾ കൂണ് കൊണ്ടിട്ട് ഒരു റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് ഓർത്തു കേട്ടോ. 20 ഗ്രാം കൂണാട്ടോ അത് നന്നായിട്ട് അരിഞ്ഞ് കഴുകി വെള്ളം ഊറ്റി വെച്ചേക്കും കേട്ടോ. അന്നേരം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് അതിലേക്ക് മുന്നേ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ കടുകിട്ട് സവാള, തക്കാളി, ക്യാപ്സിക്കം, മറ്റേ മുളക് ഞാൻ മനപ്പുറം ഇടാണ്ട് കേട്ടോ, എരിവുണ്ടാവുന്ന ഓർത്ത്. അതിന് പകരം നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടു, ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി 2 സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട്, കുരുമുളക് പൊടി അത്യാവശ്യത്തിന് കൂടുതലിടും കേട്ടോ, കാരണം നമ്മൾ എരിവേ ഇല്ല ഈ സംഭവത്തിൽ. അപ്പോൾ പിന്നെ ഇതിൽ ഒഴിവാക്കേണ്ടത് മസ്റ്റായിട്ടും നമ്മൾ ഗരം മസാല പൊടി ഒഴിവാക്കണം. കാരണം ആ പൊടി ചേർക്കുമ്പോൾ ഇറച്ചിക്കറിയുടെ ഒരു ടേസ്റ്റ് വരും. അത് വേണ്ട, എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറി, നോൺ വെജിൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കഴുകി വെച്ച് ഇതെല്ലാം റെഡിയായി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ കഴുകി വെച്ചേക്കുന്ന കൂണെടുത്ത് അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളം, വെള്ളത്തിൽ കിടന്നിട്ട് വേണമല്ലോ വേവാൻ, ഇല്ലെങ്കിൽ നന്നായിട്ട് മസാലയൊക്കെ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കണം. അടച്ചു വയ്ക്കുമ്പോൾ ഇതുപോലെ തിളയ്ക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി വെള്ളം വറ്റാൻ പാകത്തിന് കുറച്ച് നേരം കൂടി അവിടെ വയ്ക്കണം. നല്ല ടേസ്റ്റാട്ടോ കൂണ് ഇങ്ങനെ വയ്ക്കാൻ. ഞാൻ ഈ അടുത്താട്ടോ ഇങ്ങനെ കൂണ് കറി വയ്ക്കാൻ തുടങ്ങിയത്. എനിക്ക് അതിനെപ്പറ്റി ഇതിൻ്റെ ടേസ്റ്റ് വലിയ അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് പേരുണ്ട്, കുറച്ച് കുട്ടീസുണ്ട്. അവരെയും കൊണ്ട് നമ്മൾ ഒരു 11 മണിയായി കാണും, 11-11:30 മണിയായിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ പുറത്ത് ചുമ്മാ കറങ്ങാൻ പോയതാണ്. അപ്പോൾ എല്ലാവർക്കും ജലദോഷവും ചുമയ്ക്കാണ്. എന്നാലും അവരുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിരിക്കുമല്ലോ എന്ന് ഓർത്ത് നല്ല വിലക്കുറവിൻ്റെ ഒരു ഐസ്ക്രീം കടയുണ്ട് കേട്ടോ. ബാക്കി എല്ലാ ഷോപ്പും അടച്ചാലും ഈ കട തുറന്നിരിപ്പുണ്ട്. അപ്പോൾ അവിടെ കയറി എല്ലാവരും 1, 2, 3 ഐസ്ക്രീമൊക്കെ വെച്ച് എല്ലാവരും കഴിച്ചിട്ടോ. സന്തോഷമായി. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ആ ഐസ്ക്രീം കടയിൽ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നിന്ന് ആവശ്യമുള്ള അതിന് ഫുൾ ഫ്രീഡം കൊടുത്ത് ഇഷ്ടമുള്ളത് കഴിച്ചോളാൻ പറഞ്ഞു. കാര്യം ഞാൻ പറയുന്നുണ്ട് തൊണ്ടവേദനയും ഇതൊക്കെ വരുമെന്ന്, പക്ഷേ അങ്ങനെയൊക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് പ്രതിരോധശേഷി ഉണ്ടാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ എന്തല്ലേ ദൂരെ ഐസ്ക്രീമൊക്കെ ഐസ് അതൊക്കെയാണ് വാങ്ങിച്ച് കഴിച്ചേക്കണത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരൈസ് കഴിക്കാൻ പാടില്ല, ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, അപ്പോഴേക്കും ചുമയായി ജലദോഷമായി. നമ്മളങ്ങനെ വളർത്തണോണ്ടാണ്. നമ്മൾ നന്നായിട്ട് ആവശ്യത്തിനൊക്കെ കഴിച്ച് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരത്തിലൊരു ഇമ്മ്യൂണിറ്റി വരണം. അതിങ്ങനെ മണ്ണിൽ കളിക്കണമെന്നേ, അതുപോലെ തണുത്ത വെള്ളം കുടിക്കണം, മഴയത്ത് കുളിക്കണം. ഇങ്ങനെയൊക്കെ ആയാലാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുള്ളൂ. അതല്ലാണ്ട് അതിന് എതിരെ നമ്മൾ കുട്ടികളെ മൂടി വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മക്കളെപ്പോഴും തൊട്ടാവാടികളെ പോലെ തന്നെ ആയിപ്പോവും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ എത്രയോ മഴ കൊണ്ടേക്കണു, എത്രയോ ഈ പണ്ടൊക്കെ അണ്ണാച്ചിമാരും കൊണ്ട് തന്നെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് തന്നെ ഐസ്ക്രീമൊക്കെ എത്രയോ കഴിച്ചേക്കണു അല്ലേ. എന്നിട്ടും നമ്മൾ അൽഹംദുലില്ലാ അത്യാവശ്യം ആരോഗ്യമുള്ള ആൾക്കാരായിട്ട് ഇപ്പോഴും ഉണ്ട്. ഇനി വളർന്ന നമ്മുടെ മക്കളുടെ തലമുറയൊക്കെയാണ് ആരോഗ്യം കെട്ടുവരുന്നത്. കാറ്റടിക്കാൻ പാടില്ല, മഴച്ചാറ്റിൽ കൊള്ളാൻ പാടില്ല, ഐസ് വെള്ളം കുടിക്കാൻ പാടില്ല, അപ്പോഴേക്കും ആശുപത്രി പോകേണ്ട അവസ്ഥ. ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ അവരെ എല്ലാത്തിൽ നിന്നും പ്രതിരോധിക്കാനായിട്ട് പഠിപ്പിക്കണം. ഇപ്പോൾ ഈ എൻ്റെ ആങ്ങളയുടെ കുട്ടികളെന്ന് വെച്ചാൽ 9 മണിക്ക് ഉറങ്ങണ കുട്ടികളാട്ടോ. അവരാണിപ്പോൾ ഈ 11:30 മണിക്ക് എണീറ്റിങ്ങനെ ഇരിക്കുന്നത്. വല്ലപ്പോഴൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷം. അവരെ സന്തോഷം കാണുമ്പോൾ നമുക്കും നല്ല സന്തോഷം. എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോഴേ, കുട്ടികളല്ലേ. അപ്പോൾ ഇതൊക്കെയല്ലേ ഭാവിയിൽ ഓർത്ത് വയ്ക്കാൻ ഉണ്ടാവുള്ളൂ അല്ലേ, ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കണതൊക്കെ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇനി ഇവരുടെ ഉമ്മയുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടാക്കണം കേട്ടോ അവരെ. അപ്പോൾ ആ വഴിക്ക് കൊണ്ടുപോകണതാണ്. എല്ലാം കഴിഞ്ഞ് അവരെ വീട്ടിലെത്തിയപ്പോഴേക്കും 12 മണി എങ്ങാണ്ടായി. അവരുടെ ഉമ്മച്ചിയും പാപ്പച്ചിയൊക്കെ കാത്തിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും.